അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച. ഓണക്കാലത്ത് സർക്കാർ വിപണി ഇടപെടൽ നടത്താറുണ്ടെന്നും സർക്കാർ ഇടപെടൽ കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലക്കയറ്റം കുറവുള്ള സംസ്ഥാനം കേരളമാണെന്നും കേരളത്തിൽ എല്ലാത്തിനും വലിയ വിലക്കുറവാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ വേണ്ടെന്ന് വച്ചതാണെന്നും എന്നാൽ ഓണാഘോഷം ഒഴിവാക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സപ്ലൈകോ ഓണം ഫെയർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണച്ചന്ത തുടങ്ങുമ്പോൾ സാധനങ്ങളുടെ വില കൂട്ടുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിലയുടെ കാര്യം നോക്കേണ്ട, സാധനം കിട്ടിയാൽ പോരെയെന്ന മന്ത്രിയുടെ വാദം വിചിത്രമാണ്. വില കൂട്ടിക്കൊണ്ട് വിപണി ഇടപെടൽ നടത്തുന്ന ഇതുപോലൊരു സർക്കാരിനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ADGP MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങളെ തുടർന്നായിരുന്നു മാർച്ച്. സംഘർഷത്തിനിടെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. പരിക്ക് വകവയ്ക്കാതെയും പ്രതിഷേധത്തിനൊപ്പം നിന്ന അബിൻ വർക്കിയെ KPCC പ്രസിഡന്റ് K സുധാകരൻ എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി K സുധാകരൻ. മുദ്രാവാക്യം വിളിച്ചവരെ തലയടിച്ചു പൊട്ടിച്ച പോലീസുകാരെ ഞങ്ങൾ വ്യക്തിപരമായി നാട്ടിൽ നേരിടാൻ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമരം പാർട്ടി ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസുകാരെ തല്ലിയ പോലീസുകാർ കരുതിയിരുന്നുള്ളൂവെന്നും ഓരോ അടിക്കും കണക്ക് പറയിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ തല്ലിച്ചതയ്ക്കുന്ന ചാനൽ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോയെന്നും പോലീസ് എത്രത്തോളം അധപതിച്ചുവെന്നതോർത്ത് ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തല ലജ്ജകൊണ്ട് കുനിയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിൽ 11 പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 250 പേർക്കെതിരെയും കേസുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേസിൽ 1-ാം പ്രതി. അബിൻ വർക്കി 7-ാം പ്രതിയാണ്. പത്തനംതിട്ട മുൻ SP സുജിത് ദാസ് IPSന് സസ്പെൻഷൻ. PV അൻവർ MLAയുമായുള്ള വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സുജിത് ദാസിനെതിരെ നടപടിയുണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ഗുരുതര ചട്ടലംഘനം നടന്നുവെന്ന DGPയുടെ റിപ്പോർട്ടിലാണ് ഒടുവിൽ സുജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സുജിത് ദാസ് IPSനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടതിൽ പ്രതികരണവുമായി PV അൻവർ MLA. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കുത്ത് പുറത്തേക്കെന്നായിരുന്നു ഫേസ്ബുക്കിൽ അൻവർ കുറിച്ചത്. PV അൻവർ MLAയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച UDF കൺവീനർ MM ഹസൻ. അൻവർ നട്ടലോടെ മുന്നോട്ട് വന്നാൽ UDF രാഷ്ട്രീയ പിന്തുണ നൽകുമെന്നും അൻവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ഹസൻ പറഞ്ഞു. കേരളത്തെ ആധുനിക ഹെൽത്ത് കെയർ ഹബ്ബാക്കി മാറ്റുകയെന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും പാതയിൽ ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിയുമെന്നുറപ്പുണ്ടെന്നും അതിലൂടെ ആരോഗ്യരംഗത്തെ കേരള മോഡൽ ലോകത്തിന് കൂടുതൽ സംഭാവനകൾ നൽകാനാകുമെന്നും നിപ, COVID-19 തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിൽ കേരളത്തിന് ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സഹായം ലഭിച്ചുവെന്നത് ശ്രദ്ധേയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിശുദ്ധി പണ്ഡിതനായ ഗുരുവിന്റെ മഷിക്കുണ്ടെന്ന CPM നേതാവ് KT ജലീൽ MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് വിമർശനം. KT ജലീലിന്റെ പ്രയോഗം രക്തസാക്ഷികളെ അപമാനിക്കുന്നതും വില കുറച്ച് കാണുന്നതുമെന്നാണ് വിമർശനം. അധ്യാപകരുടെ വിശുദ്ധി പറയാൻ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ വിശുദ്ധി താഴ്ത്തിക്കെട്ടേണ്ടെന്നാണ് ഇടതാണികളുടെ വിമർശനം. ആക്സസ് പെർമിഷൻ ഇല്ലാതെ തന്നെ വീടുകൾക്ക് ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ബിൽഡിംഗ് പെർമിറ്റും നമ്പറും ലഭിക്കും. താമസ ആവശ്യത്തിനുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് ദേശീയപാത സർവീസ് റോഡുകളിൽ നിന്നുള്ള ആക്സസ് പെർമിഷൻ നിർബന്ധമാക്കില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഈ ഓണം 100-ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. 2022 രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം. 1-ാം റാങ്ക് കേരളത്തിനെന്ന് മന്ത്രി P രാജീവാണ് അറിയിച്ചത്. 9 കാറ്റഗറികളിൽ ഒന്നാമതെത്തിയാണ് കേരളം ഈ നേട്ടം സ്വന്തമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു.
കേരളത്തെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണിതെന്നും സംരംഭക സമൂഹവും മികച്ച പിന്തുണ നൽകിയെന്നും രാജീവ് പറഞ്ഞു. തൃശൂർ പീച്ചി ഡാം തുറന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് തൃശൂർ സബ് കളക്ടറുടെ റിപ്പോർട്ട്. റൂൾ കർവ് പിന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതി വ്യാജമെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഷൂട്ടിലായിരുന്നുവെന്നും ദുബായിൽ അല്ലായിരുന്നുവെന്നും വിനീത് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിലായിരുന്നു നിവിൻ പോളി എന്നാണ് വിനീതിന്റെ വിശദീകരണം. നിവിൻ പോളിക്കെതിരായ പരാതിയിൽ പീഡനം നടന്നുവെന്ന് യുവതി ആരോപിക്കുന്ന ദിവസങ്ങളിൽ നടൻ കൊച്ചിയിലായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന ഹോട്ടൽ ബിൽ പുറത്ത്. ദുബായിൽ വെച്ച് 2023 ഡിസംബർ 15-ന് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതിക്കാരി ആരോപണം ഉന്നയിച്ചത്. മുൻ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെ വീണ്ടും കേസ്. പീഡനക്കേസിലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. പരാതി പിൻവലിക്കാനായി ഭീഷണിപ്പെടുത്തിയതിന് നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പീഡന പരാതിയിൽ നടന്മാരായ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വാദം കേട്ടത്. കഴിഞ്ഞ 2 ദിവസം അടച്ചിട്ട കോടതിയിൽ നടന്ന വിശദ വാദത്തിനൊടുവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പുറത്തുവന്നത്. ചലച്ചിത്ര നയത്തിന്റെ കരട് തയ്യാറാക്കാനുള്ള സമിതിയിൽ നിന്ന് നടനും കൊല്ലം MLAയുമായ എം മുകേഷിനെ ഒഴിവാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഉയർന്നുവന്ന ലൈംഗിക പീഡനാരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചു. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും CS സുധയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുക. മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട സാമ്പത്തിക തിരിമറി കേസിൽ പ്രതിയായ IG G ലക്ഷ്മണയുടെ സസ്പെൻഷൻ റദ്ദാക്കി. കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലാണ് 360 ദിവസത്തെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തത്. പോലീസ് ട്രെയിനിംഗ് IG ആയാണ് അദ്ദേഹത്തിന്റെ പുനർനിയമനം. ലോജിസ്റ്റിക്സ് പാർക്ക് നയത്തിന് മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചതായി മന്ത്രി P രാജീവ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലും പൂർണ്ണമായും സ്വകാര്യ മേഖലയിലെ പാർക്ക് എന്ന നിലയിലും കേരളത്തിൽ ലോജിസ്റ്റിക്സ് മിനി ലോജിസ്റ്റിക്സ് പാർക്കുകൾ ആരംഭിക്കാൻ ഈ നയത്തിലൂടെ സാധിക്കുന്നതാണെന്നും മന്ത്രി വിശദീകരിച്ചു. 10 സീരീസുകളിലെ ടിക്കറ്റുകളിൽ 25 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള തിരുവോണം ബമ്പർ സെക്രട്ടേറിയറ്റിലെ ധനമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെൻ ബാലഗോപാൽ പ്രകാശനം ചെയ്തു. കോഴിക്കോട്ടെ വ്യാപാരി മാമിയുടെ തിരോധാന കേസ് CBIക്ക് വിടാൻ DGPക്ക് റിപ്പോർട്ട് നൽകിയതായി മലപ്പുറം SP S ശശിധരൻ. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. MLA PV അൻവറിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും SP പറഞ്ഞു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ BJPയിൽ ചേർന്നു. ജഡേജയുടെ ഭാര്യയും ജാംനഗർ MLAയുമായ റിവാബ ജഡേജയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം BJPയിൽ അംഗത്വമെടുത്ത കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. മാധവി പുരിബൂച്ച് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാർ സെബി ആസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ജീവനക്കാർക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്നാരോപിച്ചും മാധവി ബുച്ച് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം. സിക്കിമിൽ വാഹനാപകടത്തിൽ 4 സൈനികർ മരിച്ചു. പശ്ചിമ ബംഗാളിലെ പെദോങ്ങിൽ നിന്ന് സിക്കിമിലെ സുലുക്കിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇവർ. സിക്കിമിലെ പാക്യോങ് ജില്ലയിലെ സിൽക്ക് റൂട്ടിലായിരുന്നു അപകടം. ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീനയിലെത്തി ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അർജന്റീന ഫുട്ബോൾ പ്രതിനിധി സംഘം ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെത്തുമെന്നും കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ ചർച്ചയിൽ ധാരണയായെന്നും കായികമന്ത്രി അറിയിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിച്ചു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.